أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. صدق الله العلي العظيم. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മിമ്പറിൽ നിന്നും അവസാനം കേൾക്കുന്ന വചനമാണല്ലോ. അത് പറഞ്ഞ് താക്കീത് ചെയ്ത് ആണ് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് എന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. എന്താണതിൻ്റെ ഗൗരവം? ഒരാഴ്ച പോലും അത് കേൾക്കാതെ ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയത് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ ടച്ച് ചെയ്യുന്ന 6 കാര്യങ്ങളാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്. വലദിക്റുല്ലാഹി അക്ബറു വല്ലാഹു യഅലമു മാ തസ്നഊൻ വേറെ സൂറത്തിലുള്ള ഒരായത്തിൻ്റെ അവസാന ഭാഗമാണ്. ഇത് നാം ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്നാണ് ഖതീബ് ഉണർത്തുന്നത്. കാരണം അല്ലാഹു തആല അത്രയും ഗൗരവം അതിന് നൽകിയിട്ടുണ്ട്. ആ ഗൗരവത്തിൻ്റെ പേരിൽ അത് ഉൾക്കൊണ്ട് ഹിദായത്തിലേക്ക് വന്ന ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ശേഷവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളുടെ ഹിദായത്തിനും ഇസ്ലാം സ്വീകരിക്കുന്നതിനും കാരണമായ വാക്യമാണ് ആ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ബന്ധമുള്ള ഒരു സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. തങ്ങളുമായി മുലകൂടി ബന്ധമുള്ളതുകൊണ്ട് നേരത്തെയുള്ള ബന്ധമുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പലതവണ പറഞ്ഞെങ്കിലും നേരത്തെയുള്ള ശീലവും ആചാരവുമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുക എന്നത് ചിലപ്പോൾ അത്ര എളുപ്പമാകൂല. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയം തങ്ങൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷം ഉള്ളതായി ഉസ്മാൻ തങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവർ ചോദിച്ചു, എന്താ പുതിയ എന്തോ സംഭവം ഉണ്ടായല്ലോ, അങ്ങയുടെ മുഖഭാവം മാറിയിട്ടുണ്ട്, പുതിയ എന്തൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോ ഈ ആയത്ത് അവതരിച്ചതാണ് സംഭവം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി എന്ന ആയത്ത് ഓതി അങ്ങോട്ട് കേൾപ്പിച്ചപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഭാവം മാറി, മനസ്സ് മാറി. ഇസ്ലാം സ്വീകരിക്കാൻ 2 ഷഹാദത്തുകൾ ചൊല്ലാൻ അത് കാരണമായി. ആ ആയത്തിനെ കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നുണ്ട്.
ഈ ആയത്തിൻ്റെ കാരണം കൊണ്ട് എൻ്റെ മനസ്സിൽ ഈമാൻ രൂഢമൂലമായി. എൻ്റെ ഹിദായത്തിന് അത് കാരണമായി. എനിക്ക് മഹബത്ത് വർദ്ധിക്കാൻ കാരണമായി. സർവ നന്മകളെയും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നു എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അവിടുത്തെ നന്നായി സ്നേഹിച്ച് സംരക്ഷിച്ചിരുന്ന മൂത്താപ്പ അബൂ താലിബ് തങ്ങൾ. അബൂ താലിബ് എന്നവരുടെ അടുത്തേക്ക് ഓടി ഈ ആയത്തും കൊണ്ട്. ആരോടി? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഓടി. എന്നിട്ട് കേൾപ്പിച്ചു കൊടുത്തു അബൂ താലിബിന്. ഈ പരിശുദ്ധ വചനം നമ്മുടെ സ്നേഹിതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച വചനമാണ്. അബൂ താലിബ് അവിടെ അനൗൺസ്മെന്റ് ചെയ്തു, ഓ ജനങ്ങളെ, എല്ലാവരും മുഹമ്മദ് കൊണ്ടുവന്ന സത്യമായ ആശയത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് ഈ വചനത്തെ കേൾപ്പിച്ച സംഭവം ചരിത്രങ്ങളിൽ കാണാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ രാജ്യത്തിന്റെ തലവനായിരുന്ന അക്തം ഇബ്നു സൈഫി എന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലുള്ള വരവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പഠിക്കാൻ ആളുകളെ വിട്ടു. 2 ദൂതന്മാരെ പറഞ്ഞയച്ചു. അവര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്തി. നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ നിലപാട് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളോട് തന്നെ അവരന്വേഷണം നടത്തി. തങ്ങൾ പറഞ്ഞു, അന മുഹമ്മദ് ബിനു അബ്ദില്ലാഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിയുടെ പുത്രൻ മുഹമ്മദാണ്. എന്ത് വിശേഷണമാണ് എനിക്കുള്ളതെന്ന് ചോദിച്ചാൽ വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നെ അല്ലാഹു തആല സത്യ മതവും നല്ല ആശയങ്ങളും സൽസ്വഭാവങ്ങളും ജനങ്ങളിൽ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും വേണ്ടി നിശ്ചയിച്ച് അയച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി എന്ന് തുടങ്ങുന്ന ആയത്ത് ആവർത്തിച്ച് അവരെ കേൾപ്പിക്കുകയും ആ വന്ന 2 ആളുകൾ അത് മനഃപ്പാടമാക്കി പോയിട്ട് അവരെ വിട്ട നേതാവിന് കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം കേട്ടു തരിച്ചുപോയി. നല്ല സംഭവമാണല്ലോ, എനിക്കിപ്പോ മനസ്സിലാകുന്നത് സർവ സൽഗുണങ്ങളും നൽകാര്യങ്ങളും മുഴുവൻ സൽസ്വഭാവങ്ങളും ആ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു. ഏത് സ്വഭാവദൂഷ്യങ്ങളും തിന്മകളെയും അവർ വിലക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സംഭവം നല്ല ആശയമാണ്. എന്നിട്ട് സ്വന്തം അണികളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ മുൻപന്തിയിലാകണം, അതിൽ തലപ്പത്ത് നിങ്ങൾ എത്തണം എന്ന് അണികളെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന് ഈ ആയത്ത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും കേൾക്കുന്ന നമുക്ക് ഓരോ ആഴ്ചയിലും ഹിദായത്തിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകണം. കാഫിരീങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ ഈ ആയത്ത് കാരണമായെങ്കിൽ ഹിദായത്തിന്റെ വാക്താക്കളാണ്, മുസ്ലിമീങ്ങളാണ്, പോരാ സുന്നികളാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സ്വഭാവം നന്നാകാൻ, മനസ്സ് നന്നാവാൻ,
ഖൽബ് അള്ളാഹുവിലേക്ക് തിരിയാൻ, നമ്മുടെ വൃത്തികേടുകൾ സ്വഭാവദൂഷ്യങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഓരോ ആഴ്ചയും കേൾക്കുന്നത് ഏറെയേറെ കാരണമാകണം എന്ന് ഇപ്പോൾ ഉണർത്തിയാൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഉപകാരം കിട്ടിയെങ്കിൽ ഇതൊരു നാഫിയായ ഇൽമാകും എന്ന് ചിന്തിച്ച് ആണ് ഞാനിത് പറയുന്നത്. ഇതൊരു വിഷയമല്ല, എല്ലാ വിഷയവുമാണ്. ഹിയൽ ജാമിഅതു ലികുല്ലി ഖൈരി, അതിൽ പെടാത്ത ഒന്നുമില്ല. മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് നസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, പരിശുദ്ധ ഖുർആൻ ഏത് കാര്യങ്ങളുടെയും വിശദീകരണം, വിവരണം പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറയുന്ന വചനത്തിന്റെ പിറകെയാണ് ഈ പരിശുദ്ധമായ ആയത്ത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഏത് കാര്യങ്ങളുടെയും വിശദീകരണം, വിവരണം, ഏതിൻ്റെയും നിയമങ്ങൾ, മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ സർവ സൽഗുണങ്ങൾ എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സാമ്പിൾ ഇതാ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം എന്ന് കാണിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അല്ലാഹു തആല ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനാൽ തന്നെ വളരെ ആഴമേറിയ വിശാലത കൂടിയ വാക്യമാണ്. ഇടക്കൊന്ന് ഉണർത്തട്ടെ, അതുകൊണ്ട് ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനിടയിൽ ഇത് വിവരിച്ചു തീർക്കുക സാധ്യമല്ല. അതിൻ്റെ ചെറിയ ബാഹ്യഭാഗത്തിലൂടെ നമുക്ക് ചെറുതായി ഇങ്ങനെ ഓടി നോക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബ് അള്ളാഹുവിലേക്ക് വസൂലിനും ഖുർബിനും ഇത് കാരണമാക്കി തരട്ടെ. സ്വഭാവം നന്നാകാനും ഈമാൻ വർദ്ധിക്കാനും ജീവിതം ചിട്ടപ്പെടുത്താനും പടച്ച റബ്ബ് ഇത് കാരണമാക്കി തരട്ടെ. ഇങ്ങനെ ഒരു സമ്പ്രദായം എല്ലാ മിമ്പറിലും കൊണ്ടുവന്നത് മുജദ്ദിദായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 4 ഖലീഫമാരെ പോലെ ഖിലാഫത്ത് നടത്തിയിരുന്ന മഹാനാണല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവർ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ടായി. നേരത്തെ അവർക്ക് ഭരണം കിട്ടുന്നതിൻ്റെ മുമ്പ് ഉമവി ഭരണാധികാരികൾ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത വെറുപ്പ്, വിദ്വേഷം കാരണമായി. ഇന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ്. അല്ലാഹു തആല ഈ മജ്ലിസ് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരെ പറ്റി പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ആളുകളെ അലൈഹിസ്സലാം എന്നൊക്കെ പാടിക്കാണും. അത് നല്ലതല്ല. കറമല്ലാഹു വജ്ഹഹു അല്ലെങ്കിൽ റിദ്വാനും മിനല്ലാഹി അലൈഹി അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു പോലുള്ളതാണ് എന്ന് ഇടക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞപ്പോൾ ഓർമ്മയായത് കൊണ്ട് പറയാണ്. മഅസൂമുകൾക്കാണ് സ്വലാത്ത് സലാമൊക്കെ ചൊല്ലേണ്ടത്. മഅസൂമുകൾ എന്ന് പറയുമ്പോൾ അമ്പിയാക്കളും മലക്കുകളും മാത്രമാണല്ലോ മഅസൂമുകൾ. അതല്ലാത്ത മഹാന്മാർക്ക് അലൈഹിസ്സലാം എന്നു ചൊല്ലുന്ന സമ്പ്രദായം ഷിയാക്കളിൽ വ്യാപകമാണ്. ഷിയാക്കൾ അതിരുവിട്ട് ബഹുമാനിക്കുകയും അതിലൂടെ ബഹുമാനിക്കപ്പെടേണ്ട പലരെയും അങ്ങേയറ്റം തരം താഴ്ത്തുകയും ചെയ്യുന്ന സ്വഭാവദൂഷ്യം ഷിയാക്കൾക്കുണ്ട്. അതിൻ്റെ പേരിൽ അഹ്ലു ബൈത്തിനെ നന്നായി ബഹുമാനിക്കണം. പക്ഷെ ബഹുമാനം ഓവറായി അവരെ മഅസൂമീങ്ങളായി ചിത്രീകരിച്ച് പാപ സുരക്ഷിതത്വമുള്ളവരാണ് എന്ന് വാദിക്കുന്ന അപവാദം ഷിയാക്കളിലുണ്ട്. അതിൻ്റെ ഭാഗമായി കടന്നുകൂടിയ ഒന്നാണ് അലൈഹിസ്സലാം. നമ്മുടെ ശാഫിഈ ഫുഖഹാ
പറഞ്ഞിട്ടുള്ളത് അലൈഹിസ്സലാം എന്ന് ചൊല്ലേണ്ടത് മഅസൂമുകൾക്കാണ് എന്നാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വലിയ വൈരാഗ്യം അന്നത്തെ ഉമവി ഭരണകൂടത്തിനുള്ളതിൻ്റെ പേരിൽ ഖുതുബ, രണ്ടാം ഖുതുബ തീരുമ്പോൾ ഖുതുബയുടെ അവസാനം ദുആയാണല്ലോ. ആ ദുആയുടെ അവസാന ഭാഗമായി അലി റളിയല്ലാഹു അൻഹുവിന് ശക്തമായി ശപിക്കുക എന്ന ശാപ പ്രാർത്ഥന അവർ പതിവാക്കിയതുകൊണ്ട് ഈ ദുരാചാരം, കഠിനമായ തെറ്റ്, വൻകുറ്റം എടുത്തു മാറ്റുന്നതിന് അതിന് പകരമായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഖുതുബയുടെ ലാസ്റ്റ് ഭാഗമാക്കാൻ തീരുമാനിക്കുകയും മുസ്ലിം ഉമ്മത്ത് അത് അംഗീകരിച്ച് ഇജ്മാ ആവുകയും ചെയ്തിട്ടുള്ളതാണ്. അതിലൂടെ 3 കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, 3 കാര്യങ്ങൾ വിലക്കുന്നു. ഏതാണ് 3 കാര്യം? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. നിശ്ചയം അല്ലാഹു തആല ഒരു ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ മനസ്സ് നിറയണം, തിളച്ചു മറിയണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ വലിയ പവറാണത്. അല്ലാഹ് എന്ന് കേൾക്കുന്നത് ഒരു ശരിയായ മുഅ്മിനിന്റെ മനസ്സിൽ വലിയ ആവേശം ഉളവാക്കും. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ആയത്തിന്റെ തലഭാഗത്ത് അല്ലാഹു തആലാക്ക് ഒട്ടനവധി ഇസ്മുകൾ ഉണ്ടായിരിക്കെ ആ ഇസ്മുകളിൽ ഏറ്റവും മുന്തിയ ഇസ്മാണ് ഇസ്മുൽ ജലാല എന്ന ഇസ്മ. അഫ്ളലുൽ അസ്മാഇ കുല്ലിഹ, ഏറ്റവും മുന്തിയ നാമം അല്ലാഹ് എന്ന ഇസ്മ. അല്ലാഹ് എന്ന ഇസ്മ മനസ്സിൽ വരുന്നതോടുകൂടെ എല്ലാം തികഞ്ഞ സമ്പൂർണനായ യജമാനായ ഉടമയായ പ്രപഞ്ചലോകത്തിന്റെ സൃഷ്ടാവായ ഒരു ന്യൂനതകളും മൈനസുകളും കുറവുകളും പോരായ്മകളും ഇല്ലാതെ എല്ലാം തികഞ്ഞ ആ മഹാനായ സൃഷ്ടാവിനെ ഓർമ്മ വരണം. അതിന്റെ പേരിൽ ഇസ്മുൽ ലിദാത്ത് അൽ ജാമി ലിജമീ സിഫാത്തിൽ ഉലൂഹിയ്യ. ഇലാഹാകാൻ ആർക്കും സാധ്യമല്ല, അല്ലാഹുവിന് മാത്രമേ ഇലാഹാകാൻ അവകാശമുള്ളൂ, സാധിക്കുകയുമുള്ളൂ. ഇലാഹാകാൻ കോടിക്കണക്കിന് സൽഗുണങ്ങൾ മേളിച്ച ആളാകണം, എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തനാകണം, എല്ലാം തികഞ്ഞവനാകണം. അതുകൊണ്ട് തന്നെ ഒരു കുറവും ന്യൂനതകളും പടച്ച റബ്ബിൽ ചൂണ്ടിക്കാണിക്കാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. ഇങ്ങനെയുള്ള സമ്പൂർണനെ, അതെ എല്ലാം തികഞ്ഞ പരിശുദ്ധനെ ഓർമ്മ വരണം അല്ലാഹ് എന്ന് പറയുമ്പോൾ. അല്ലാഹു തആല ആ അല്ലാഹ് എന്ന ബോധം ഖൽബിൽ നിലനിർത്തി ഈമാനിനെ പരിപൂർണമാക്കാൻ നമുക്ക് മുഴുവൻ ഭാഗ്യം തരട്ടെ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല യഅ്മുറു, അല്ലാഹു കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കൽപ്പനയുടെ ഗൗരവം മനസ്സിൽ തട്ടണം. എന്താണ് അല്ലാഹു കൽപ്പിക്കുന്നത്? ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. 3 കാര്യങ്ങൾ. 1, നീതി കൊണ്ട് കൽപ്പിക്കുന്നു. 2, വൽ ഇഹ്സാനി, ഇഹ്സാൻ കൊണ്ട് കൽപ്പിക്കുന്നു. 3, വ ഈതാഇ ദിൽ ഖുർബ, അടുപ്പമുള്ളവർക്ക് നൽകേണ്ടത് നൽകൽ കൊണ്ട് കൽപ്പിക്കുന്നു. അടുപ്പം ഒരുപാട് രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്, ചെറുതായി നമുക്ക് വിവരിക്കാം. 1, നീതി. 2, ഇഹ്സാൻ. 3, ഈതാഇ ദിൽ ഖുർബ, അടുപ്പമുള്ളവർക്ക് നൽകേണ്ടത് നൽകുക. ഈ 3 കാര്യത്തിലൂടെ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. വിശദീകരിച്ചാൽ തീരൂല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. യഅ്മുറു ബിൽ അദ്ൽ, നീതി. നീതി പാലിക്കേണ്ട വിധം നീതി പാലിക്കാൻ.
പോരാ, കാര്യങ്ങളിലെല്ലാം മധ്യമ നിലപാട് സ്വീകരിക്കാൻ. രണ്ടും കൂടെ ബിൽ അദിൽ എന്നതിൻ്റെ അർത്ഥമാണ്. നീതി പാലിക്കേണ്ട വിധം നീതി പാലിക്കാനും കാര്യങ്ങളിലെല്ലാം മധ്യമ നിലപാട് സ്വീകരിക്കാനും അല്ലാഹു തആല കൽപ്പിക്കുന്നു. ഇത് വേണ്ട പോലെ ഉൾക്കൊണ്ടവരാണ് ശരിയായ മുഅ്മിനീങ്ങൾ, സ്വഹാബിമാർ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? ഖൈബറിലെ വലിയ ഈത്തപ്പഴ കൃഷി ഉള്ള ഭൂമിയാണ് ഖൈബർ. അവിടുത്തെ ഈത്തപ്പഴം അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നതിന്, സക്കാത്തുമായും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഈത്തപ്പഴത്തിന്റെ കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിലേക്ക് അയച്ചു. അവർ ചെന്നു. ഖൈബറിൽ അന്ന് ജൂതന്മാരാണ്. ജൂതന്മാര് അന്നും ഇന്നും എന്നും ചതിയന്മാരും വഞ്ചകരും കുതന്ത്രങ്ങൾ മെനയുന്നവരൊക്കെയാണ്. ആ ജൂതന്മാർ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. കുറച്ച് പോക്കറ്റ് മണിയും കൈക്കൂലിയൊക്കെ കൊടുത്തുകൊണ്ട് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് കേൾക്കണ്ടേ, ഞാൻ ആരെടുത്തുന്നാ വരണെന്നറിയോ? മിൻ അഹബ്ബിൽ ഖൽഖി ഇലയ്യ, സൃഷ്ടികളിൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തുന്നാ വരുന്നത്. അവരാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. നിങ്ങളാകട്ടെ നിങ്ങളെ പേക്കൂത്ത് കൊണ്ട്, ക്രൂരത കൊണ്ട്, മോശപ്പെട്ട മനസ്സിന്റെ പേരിൽ നിങ്ങൾ ലോകത്ത് നന്മ മാത്രം നിലനിർത്താനായി വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെ തുടങ്ങി എല്ലാ വേണ്ടാത്തരങ്ങളും മേടിച്ച ടീമായതുകൊണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ടീം നിങ്ങളുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് എന്നെ പറഞ്ഞയച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ടീം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൃഷികളൊക്കെ നശിപ്പിക്കുന്ന പന്നികൾ അല്ലെങ്കിൽ കുരങ്ങുകൾ, അവയേക്കാൾ എനിക്ക് വെറുപ്പ് നിങ്ങളോടാണ്. കാരണം ആ പന്നിയും കുരങ്ങൊക്കെ നടത്തുന്ന ക്രൂരതയേക്കാൾ വലിയ ക്രൂരത നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വലിയ വെറുപ്പാണ്. എന്നിട്ട് എനിക്ക് അങ്ങേയറ്റം പ്രിയമുള്ള തങ്ങളെ വഞ്ചിച്ച് നിങ്ങളെ ഒരു ചില്ലറ കാശിന് വേണ്ടി ഞാൻ അനീതി പാലിക്കേ, എന്നെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിച്ചു പോയി. അവര് പറഞ്ഞു, ഇത്തരത്തിലുള്ള നീതിയാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർള്, ആകാശഭൂമി ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച ലോകത്തിന്റെ നിലനിൽപ്പ് ഈ രീതിയിലുള്ള ശക്തമായ നീതി പാലിക്കലാണ് എന്നവർ അംഗീകരിച്ചു. അതാണ് അമ്പിയാക്കളുടെ ആശയം, ആദർശം എന്ന് അംഗീകരിച്ചു. ഇങ്ങനെ എവിടെയും എന്തെങ്കിലും ചില്ലറ പൈസയ്ക്ക് വേണ്ടി അനീതി ചെയ്യുകയോ വഞ്ചന നടത്തുകയോ ചെയ്യാൻ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി എന്ന് ആഴ്ചതോറും കേൾക്കുന്ന നമുക്ക് ഒരിക്കലും പറ്റിയത് അല്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, അവരുടെ ഒരു സംഭവം കാണാം. അവരുടെ പടയങ്കി ഒരു ക്രിസ്ത്യൻ സഹോദരൻ കയ്യിലാക്കി. പടയങ്കി കാണാനില്ല. നോക്കിയപ്പോൾ ഒരു ക്രിസ്ത്യാനിന്റെ കയ്യിലുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ തന്നെയാണെന്ന് ഉറപ്പാണ്. പിടികൂടി. അയാൾ സമ്മതിക്കണില്ല, എൻ്റെ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് അലിയാർ തങ്ങളുടേതാണെന്ന് ഉറപ്പാണ്. ക്രിസ്ത്യാനി സമ്മതിക്കണില്ല, എൻ്റെതാണ്. അലി റളിയല്ലാഹു അൻഹു അന്ന് ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യാം, അതൊന്നും ചെയ്തില്ല. കോടതിയിലേക്ക് കൊണ്ടുപോയി. അലി റളിയല്ലാഹു അൻഹു ഭരണകർത്താവ്, കോടതി. അന്നത്തെ ഒരു വലിയ ജഡ്ജിയാണ് ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു.
ആ കോടതിയിലേക്ക് സുറൈഉൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ പടയങ്കിയാണ്, ഇവൻ കയ്യിലാക്കിയതാണ്, എനിക്ക് ഉറപ്പാണ് എൻ്റെ തന്നെയാണ്. ക്രിസ്ത്യാനി പറഞ്ഞു, ഏയ് ശരിയല്ല പറഞ്ഞത്, എൻ്റെതാണ്, എൻ്റെ സാധനമാണ്. അയാൾ പറഞ്ഞത് ശരിയല്ല. അപ്പോ സുറൈഉൽ ഖാദി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ജഡ്ജിയാണ്. ജഡ്ജി ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് അതിന് തെളിവുണ്ടോ നിങ്ങളതാണെന്നുള്ളതിന്? അൽ ബയ്യിനത്തു അലാ മൻ ഇദ്ദഅ വൽ യമീനു അലാ മൻ അൻകർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു വാദമുന്നയിച്ചാൽ വാദി തെളിയിക്കണം, സാക്ഷികളും തെളിവും വാദി കൊണ്ടുവരണം. നിങ്ങൾ ഇത് നിങ്ങളുടേതാണെന്ന് വാദിക്കുന്നു, നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചൂടാവല്ല ചെയ്ത് ചിരിച്ചിട്ട് പറഞ്ഞു, സുറൈഉൽ ഖാദി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അസാബ സുറൈഹുൻ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അബദ്ധം പറ്റി, എൻ്റെ അടുത്തൊരു തെളിവുമില്ല, ഇതെൻ്റെതാന്ന് ഉറപ്പ് എന്നല്ലാതെ അതിൻ്റെതാന്ന് തെളിയിക്കാനുള്ള തെളിവോ സാക്ഷികളോ ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പൊ തെളിവില്ലാതെയായപ്പോ ഖാദി ജഡ്ജി ആർക്ക് അനുകൂലമായി വിധിച്ചു? കൈവശക്കാരന് അനുകൂലമായി വിധിച്ചു. കൈവശാവകാശം എന്നത് ഒരു തെളിവാണല്ലോ. ഈ കൈവശം വെച്ചിട്ടുള്ളത് ആരാണ്? ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിക്ക് അനുകൂലമായി വിധിച്ചു. അയാൾ അതായിട്ട് സന്തോഷത്തോടെ പോയി. പക്ഷെ തിരിച്ചു വന്നിട്ട് അയാൾ പറഞ്ഞു, അഷ്ഹദു അന്ന ഹാദാ മിൻ അഹ്കാമിൽ അംബിയാ, ഇത് പ്രവാചക നിയമമാണ് എന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞ് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി. ക്രിസ്ത്യാനി മുസ്ലിമാകാൻ ഈ അമീറുൽ മുഅ്മിനീന്റെയും അവരുടെ കീഴിലുള്ള ജഡ്ജിയുടെയും നീതി പാലിക്കൽ ക്രിസ്ത്യാനി മുസ്ലിമാകാൻ കാരണമായി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് എന്തോ ഒരു അത്ഭുതം, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഭരണാധികാരിയുടെ അങ്കി ഞാൻ കയ്യിലാക്കിയിട്ട് ഭരണാധികാരി അയാളുടെ കീഴിലുള്ള ജഡ്ജിയുടെ അരികെ കൊണ്ടുവന്നിട്ട് ജഡ്ജി അയാൾക്ക് എതിരിൽ വിധിച്ചു. ഇത് നീതിയല്ലാതെ പിന്നെന്താ? തെളിവില്ല എന്ന് പറഞ്ഞ് ജഡ്ജി സ്വന്തം ഭരണാധികാരിയുടെ എതിരിൽ വിധിച്ചു. ഇതെന്തൊരു മതാണ്, വല്ലാത്ത നീതിയുടെ മതം എന്ന് പറഞ്ഞ് അയാൾ 2 ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് അങ്കി നൽകി. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങോട്ട് കൊടുത്ത്, ഈ മുസ്ലിമായില്ലേ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. എങ്ങനെയപ്പോ ഈ അങ്കി എൻ്റെ കയ്യിൽ പെട്ടതെന്ന് വെച്ച്. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾ സിഫീനിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ നിങ്ങൾ ഒട്ടകപ്പുറത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു, മെല്ലെ ബേക്കുന്ന് ഞാനത് കയ്യിലാക്കി, അങ്ങനെയാണ് എൻ്റെ കയ്യിലെത്തിയത് എന്നുള്ള സത്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അയാൾക്ക് അങ്കിയും കൊടുത്തു, ഒരു കുതിരയും കൊടുത്തു. ഇന്നത്തെ ബെൻസാണ് അന്നത്തെ കുതിര എന്ന് പറഞ്ഞാല്. നല്ലൊരു വാഹനം, ഒരു കുതിര വാഹനമായി അതും കൊടുത്ത് നീമ പോയിക്കോളൂ. ഇങ്ങനെ നീതി പാലിക്കുന്നത് കൊണ്ട് ജനങ്ങൾ നന്നാവും. അതുകൊണ്ടാണല്ലോ നീതി പാലിക്കൽ വലിയ സംഭവമായത് കൊണ്ടല്ലേ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ബിളില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. മഹ്ശറിൽ അല്ലാഹു തആല കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, നമുക്ക് അർശിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുന്ന നല്ലവരിൽ പെടുത്തി തരട്ടെ. 7 വിഭാഗത്തിന് അർശിന്റെ തണൽ നൽകുമ്പോൾ അതിൽ ഒരു വിഭാഗമായി പറഞ്ഞത് ആരെ? ഇമാമുൻ ആദിലുൻ, നീതി പാലിക്കുന്ന ഭരണകർത്താവ്. നീതി പാലിക്കുന്ന ഭരണകർത്താവ് എന്ന് പറയുമ്പോ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാവണമെന്നില്ല, പ്രധാനമന്ത്രിയോ രാഷ്ട്രത്തലവനോ ആകണമെന്നില്ല, മുഖ്യമന്ത്രിയാകണമെന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നില്ല. നാം ഓരോരുത്തരും ഭരണകർത്താക്കളാ.
ചുരുങ്ങിയത് നമുക്ക് നമ്മെ ഭരിക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മിലുള്ള പടച്ച റബ്ബ് ഏൽപ്പിച്ചു തന്ന അവയവങ്ങളെ, കണ്ണുകളെയും കാതുകളെയും നാവിനെയും ഫർജിനെയും കൈകാലുകളെയും വിരലുകളെയും വയറിനെയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ നമ്മുടെ ഭരണീയരാണ്. നമ്മുടെ മനസ്സ് ഒരു ഭരണാധികാരിയാണ്. അൽ ഖൽബു മലിക്കുൻ മുത്താഅ് വൽ അഅ്ളാഉ റഈയതുഹു. ഓരോ മനുഷ്യന്റെയും മനസ്സ് ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രജകളാണ്, ഭരണീയരാണ്. ആ ഖൽബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഖൽബിൽ നിന്ന് മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ഓരോ അവയവങ്ങളും, ഖൽബിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണല്ലോ അവയവങ്ങൾ ചലിക്കുക, നിശ്ചലമാവുക. അതുകൊണ്ട് ഓരോ അവയവങ്ങളും നമ്മുടെ ഭരണത്തിന്റെ കീഴിലുള്ള പ്രജകളാണ്. ഓരോരുത്തരും ഭരണാധികാരിയാണ് എന്ന് കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി ഒരാളെപ്പോലും ഒഴിവാക്കിയിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാതറിയുന്ന ഹദീസാ. ശ്രദ്ധിക്കണം. കുല്ലുക്കും റായിൻ, നിങ്ങളിൽ എല്ലാ ഓരോരുത്തരും ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ വൽകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി, തന്റെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടാത്ത ആരുമില്ല. ഞാനൊരു ഭരണം നടത്തുന്നില്ല, വേണമെങ്കിൽ എനിക്ക് സ്വന്തമായി വീടുമില്ല, ഞാൻ വിവാഹം വരെ ചെയ്തിട്ടില്ല, പിന്നെ ആരെ ഭരിക്കാനാ, ഒരധികാരം എനിക്കില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ചുരുങ്ങിയത് ഭരിക്കാൻ, തന്റെ അവയവങ്ങളെ ഭരിക്കേണ്ട അധികാരം ഓരോരുത്തരും ഓരോ മുക്കല്ലഫിനെയും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരോടും അവന്റെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കണ്ണിനോട് നീതി പുലർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്റെ വക പറയല്ല, മഹാരഥന്മാരായ മുഫസ്സിറുകളും ആരിഫീങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണിനെ നന്മയിലേക്കല്ലാതെ നല്ലതിലേക്കല്ലാതെ തിരിച്ചു പോകരുത്. കാത് നല്ലതിലേക്കല്ലാതെ തിരിച്ചു പോകരുത്. നാവിനെ നല്ലതിലല്ലാതെ പ്രവർത്തിപ്പിക്കരുത്, ചലിപ്പിക്കരുത്. ഓരോ അവയവങ്ങളെയും എണ്ണിപ്പറയേണ്ടതില്ല. അവയോട് നീതി പുലർത്തലാണത്. നേരെ മറിച്ച് അവയോട് അനീതി പുലർത്തലാണ് അവയെ തിന്മകൾക്ക് വേണ്ടിയോ ആവശ്യമില്ലാത്ത ഇടപെടലിലോ ഉപയോഗപ്പെടുത്തുന്നത് എന്നും മഹാരഥന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അദിൽ, നീതി പാലിക്കൽ, ഇമാമുൻ ആദിൽ എന്നതാകാൻ നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ സാധിക്കും. നമ്മുടെ വീട്ടിലെ ഭരണാധികാരികളാണ് നാം. ഭാര്യയോട്, മക്കളോട്, മറ്റു കാര്യങ്ങളോട്, നാം വളർത്തുന്ന മൃഗങ്ങളോട്, നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോട് എല്ലാം നീതി പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മഹാരഥന്മാർ വിശദീകരിച്ചതാണ്, കേവലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല ഇമാമുൻ ആദിലുൻ എന്നതിന്റെ പരിധിയിൽ പെടുന്നത്. ഓരോ അധികാരമുള്ളവനും പെടും. പഞ്ചായത്ത് മെമ്പറും പെടും, പഞ്ചായത്ത് പ്രസിഡന്റും പെടും, സെക്രട്ടറിയും പെടും, മന്ത്രിയും പെടും, ഇങ്ങനെ തുടങ്ങി ഓരോ വ്യക്തികളും പെടും. അവർ ആ ഭരണകാര്യത്തിൽ, ഭരണതലത്തിൽ പൂർണ്ണമായി നീതി പാലിക്കുന്ന സ്വഭാവമുണ്ടായാൽ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇങ്ങനെയുള്ള നീതി നമുക്ക് അപ്പൊ സ്വന്തം ശരീരത്തോട് നീതി പുലർത്തണം എന്ന ബോധം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണം. ഭാര്യമാരോട് നീതി പുലർത്തണം എന്ന ബോധം നമുക്കുണ്ടാകണം. വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദത, ചിലവരുണ്ട് അങ്ങനെ കെട്ടിക്കൂട്ടും. നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന ഭയമുണ്ടാവുകയാണെങ്കിൽ ഉറപ്പാകണ്ട, ഒന്നേ കെട്ടാൻ പാടുള്ളൂ എന്നാണ്. നീതി പാലിക്കോ ഇല്ല എന്ന് പേടി തോന്നി, എന്നാ ഒന്നേ കെട്ടാൻ പാടുള്ളൂ, ഉറപ്പായാലല്ല. എന്നിട്ട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഛിദ്രതകളും, സുബ്ഹാന റബ്ബി, കെട്ടിയ പെണ്ണിനോട് തന്നെ ഒരുപാട് അനീതികൾ, അക്രമങ്ങളും മർദ്ദനങ്ങളും തെറിവിളിക്കലും ഇങ്ങനെ തുടങ്ങി വേണ്ടാത്ത സ്വഭാവങ്ങൾ, അനീതികൾ വെച്ച് പുലർത്തി. ചിലപ്പോൾ കണ്ടാ നല്ല ശുദ്ധന്മാരായിരിക്കും, നല്ല കോലൊക്കെ ഉണ്ടാവും, പക്ഷെ പെരൻ്റെ ഉള്ളിൽ കയറിയാലും ഒരു കാട്ടുമൃഗമാകും. ഭാര്യയോട് നീതി പുലർത്തണം.
മക്കളോട് നീതി പുലർത്തണം. ഇങ്ങനെ എല്ലാവരോടും നീതി പുലർത്തണം. ഭാര്യമാരോട് നീതി പുലർത്തേണ്ടത് ഒരു പെണ്ണിന്റെ പുറമെ രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഭയങ്കര ബാധ്യത. എന്താ ബാധ്യത? നല്ല എളുപ്പമുള്ള കാര്യം തോന്നും. ഇവന് ബാധ്യത കൂടി തിന്നാൻ കൊടുക്കുക എന്നുള്ളതല്ല ബാധ്യത. അത് ബാധ്യത എന്ന് പറയേണ്ടതില്ല. ഖസ്മ് ചെയ്യണം. ഖസ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവന്റെ സമയത്തെ കൃത്യമായി ഭാഗിച്ചിരിക്കണം. ഒരു ദിവസം ഒരു ഭാര്യന്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അടുത്ത ഭാര്യന്റെ കൂടെ. ഒരു ഭാര്യന്റെ കൂടെ 3 ദിവസത്തിലധികം തുടർച്ചയായി താമസിക്കാൻ പാടില്ല. അപ്പൊ അടുത്തിന് മറ്റോള് വേദനിക്കും. ഇത് എവിടെങ്കിലും പോയാണ് കെട്ടും. കുറച്ച് ദൂരം എവിടെങ്കിലും പോയാണ് കെട്ടും. പിന്നെ നടക്കോ? പണ്ട് മഹാനായ ഖുത്ബി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ ഇസ്ലാമികമായ നിയമവശങ്ങൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. എന്തെങ്കിലും കൊണ്ട് ചെയ്തുവിടരുത്. ഖുത്ബി തങ്ങൾ അവരെ താമസം എവിടെയാണ്? ചൊക്ലിയിൽ, മാഹി ചൊക്ലിയിൽ. അപ്പൊ അവിടെ നിന്ന് അന്ന് തീവണ്ടിക്കാ വരിക. ഇന്ന് ട്രെയിനാണ്, അന്ന് തീവണ്ടി ആയിരുന്നല്ലോ ആ കാലത്ത്. തീവണ്ടിക്ക് വന്ന് മാഹിന്ന് തീവണ്ടി കയറിയാൽ എവിടെ ഇറങ്ങും? പരപ്പനങ്ങാടി ഇറങ്ങും. അവരെ സ്വദേശം കുന്നുംപുറത്തിന്റെ ഉൾഭാഗത്ത് പുതിയത്തുപുറായ എന്നുള്ള സ്ഥലത്താണ്. അവിടെയാണ് കുടുംബങ്ങളൊക്കെ ഉള്ളത്. മായിൽ ചൊക്കിളിയിൽ ദറസും എല്ലാം കൂടെ ആയിട്ട് ആണ് അവിടെ താമസമായത്. എന്നാൽ അവരിങ്ങനെ കുടുംബങ്ങളെ കാണാനും ഈ ഭാഗത്തുള്ള എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും വലിയ സംഗതികൾ ഉണ്ടാകുമ്പോഴൊക്കെ ബഹുമാനിച്ച് ഖുത്ബി തങ്ങളെ കൊണ്ടുവരും. അപ്പൊ തീവണ്ടി ഇറങ്ങും. പരപ്പനങ്ങാടി ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു സ്നേഹിതൻ പറഞ്ഞു, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് യാത്ര ഉള്ളതല്ലേ, അപ്പൊ ഇവിടത്തേക്ക് ഹിദമത്തിനും ഒക്കെ സൗകര്യമാവും. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കുളിക്കാനും ഫ്രഷാകാനും ഒക്കെ ഒരു സൗകര്യമാവുന്നത് ഇവിടെ നിന്നൊരു കല്യാണം കഴിച്ചാൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുത്ബി തങ്ങൾക്ക് ബേജാറായി. ഇതിപ്പോ ഖസ്മ് നടക്കൂല, പ്രായമായി. അവിടെ നിൽക്കുന്ന അത്ര ദിവസം ഇവിടെ നിൽക്കാൻ സാധിക്കൂല. എപ്പോഴും യാത്രയും പറ്റുമോ? ഒന്നും നടക്കൂല. അപ്പൊ ബേജാറായി. ഖസ്മ് നിർബന്ധ. 2 ഭാര്യമാരുണ്ടെങ്കിൽ തന്റെ സമയം ദിവസങ്ങളെ കൃത്യമായി ഭാഗിക്കൽ, സമമായി ഭാഗിക്കുക എന്ന് നിർബന്ധമാണ്. അതിന് ഇനിയിപ്പോ കഴിയൂല എന്ന് തോന്നി ബേജാറായി. ഫൈൻ ഖിഫ്തും വല്ലാത്ത വാഹിദത്തൻ. അപ്പൊ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനോട് സംസാരിച്ചു. ഇവിടെ പരപ്പനങ്ങാടിയുള്ള ഭാര്യനെ ഞാൻ തലാക്കി എല്ലിയാല് ഇജൊന്ന് കല്യാണം കഴിക്കണം. ഓളോ ഏലാൻ പാടില്ല. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ആളാണ്. അയാളോട് സംസാരിച്ചു. അയാൾ ഏറ്റു. അങ്ങനെ തലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞ് ഈ ഭാര്യയുടെ സമ്മതപ്രകാരം തലാക്കല്ലി, അടങ്ങാറാക്കിയാണ് തലാക്കല്ലി അല്ല. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇസ്ലാമിൽ ഖസ്മ് നിർബന്ധമാണ്, എനിക്കിപ്പോ ഞാൻ സാധിക്കൂല, അപ്പൊ അതുകൊണ്ട് ഈ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ട പോലെ സാധിക്കുമെന്ന് പേടിയാവുകയാണ്. ഈ കാരണം കൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കിയിട്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഉണ്ട്, ഉമ്മത്തൊരു സഹോദരൻ, അയാളെ കൊണ്ട് കെട്ടിച്ചേരാ എന്ന് പറഞ്ഞ് സമ്മതാക്കിയിട്ട് തലാക്ക് ചൊല്ലി. നല്ല സന്തോഷത്തോടെ തലാക്ക് ചൊല്ലി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് കല്യാണം ഉണ്ടാക്കി. ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നവരാണ് ശരിയായ മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ മാരിഫത്ത് പോലുള്ള മാരിഫത്തും ശരിയായ ബോധവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 2 കഴിച്ചിട്ടുണ്ടെങ്കിൽ നീതിയോടുകൂടെ ജീവിക്കണം. ഇത് ഒരു പെണ്ണിനെ അറിയിക്കാതെ മറ്റൊരുത്തരാണ് കല്യാണം കഴിക്കുക. പിന്നെ ഇവിടുന്ന് ഖസ്മ് എടുക്കുക. എന്തൊരു ചതി, വല്ലാത്ത വഞ്ചന, ചില്ലറ അക്രമല്ലാന്ന്, എന്തൊരു അനീതിയാണ്. സുബ്ഹാന റബ്ബി. എന്നിട്ട് ആ പെണ്ണ അറിഞ്ഞാ പിന്നെ ഉറക്കം പോയി, ഊണുപോയി. ആ പഴയ പെണ്ണും പെണ്ണിന്റെ മക്കളും കഷ്ടപ്പെട്ട് അവരെ മനോവേദന, അതിങ്ങനെ പല രോഗങ്ങളായി തിരിഞ്ഞ് അവള് രോഗിയായി മാറി. ഇതിന് കാരണാരായി? രണ്ടാം കെട്ട് കെട്ടിയാള്. എങ്ങനെ? ഓളോട് അന്വേഷിക്കാതെ, കുഴപ്പമില്ല വിഷയങ്ങളൊക്കെ പറഞ്ഞ് നല്ല സമ്മതാക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചേ. ചെറിയൊരു തെളിവ് പറയും, വിധങ്ങൾ കഴിച്ചിട്ടില്ലേ തെളിവാണ്ട് പറയും. എന്താണ് ചെയ്യുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവനും എവിടെ കിടക്കുന്നു?
അതേപോലെ വളരെ സന്തോഷത്തോടുകൂടെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാമെന്നല്ലാതെ ഈ ചതിച്ച് വഞ്ചിച്ച് എന്നിട്ട് പിന്നെ ചിലപ്പോൾ അറിയൽ മരിച്ചതിൻ്റെ ശൈകാരം. അരീക്കോട് മറ്റൊടുത്തൊരു പെണ്ണുണ്ട്, അല്ലെങ്കിൽ വയനാട്ടിലൊരു പെണ്ണുണ്ട്, അവിടെ കുട്ടിയുണ്ട്, പിന്നെ സ്വത്ത് ഒരിയക്കുമ്പോൾ ഭയങ്കര അടിപിടി. സുബ്ഹാന റബ്ബി. അതുകൊണ്ട് ഈ ജാതി പണിയൊന്നും ചെയ്യരുത്, നീതി പാലിക്കണം. അങ്ങനെ ഒന്നാമത്തെ പെണ്ണിന്റെ സമ്മതത്തോടുകൂടെ രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ നീതി പാലിക്കാൻ കുറേ ഉണ്ട്. നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ബിക്റായ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ അവൾക്ക് ആദ്യ നിമിഷം തൊട്ട് 7 ദിവസം വരെ അവളെ അവകാശമാണ്. ഈ ഭർത്താവുമായി നേരത്തെ ഒരാണുമായി ബന്ധമില്ലാത്ത പെണ്ണാണല്ലോ ബിക്ർ, അവിവാഹിതയായ പെണ്ണാണ്. അപ്പോ അവൾ ഈ ഭർത്താവുമായി ഇണങ്ങാനും സ്നേഹബന്ധം രൂഢമൂലമാക്കാനും ഒക്കെ വേണ്ടി 7 ദിവസക്കാലം 7 ദിവസം അവളുടെ അടുത്ത് മാത്രം. അതേസമയം നേരത്തെ കല്യാണം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ടോ അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിയിട്ടോ ഒക്കെ ഉള്ള ബിക്റാണ് പെണ്ണാണെങ്കിൽ സയ്യിബ് എന്ന് പറയും, കന്യകയല്ല. അങ്ങനത്തെവളെ ആദ്യം കല്യാണം കഴിച്ച ആദ്യ ദിവസം അവൾക്ക് ആദ്യത്തെ പീരീഡിൽ 3 ദിവസം പൂർണ്ണമായി അവൾക്കുണ്ട്, പിന്നെ എല്ലാവർക്കും സമമായി. ഇങ്ങനെ ഇവന്റെ ഓരോ കാര്യങ്ങളും ഫുഖഹായി വിശദമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം പെണ്ണ് കഴിക്കുമ്പോൾ ഖസ്മു നുശൂസിന്റെ മസ്അലകൾ പഠിക്കാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമങ്ങൾ പഠിച്ചിരിക്കണം, എന്നിട്ട് വേണം രണ്ടാമത് കല്യാണം കഴിക്കാൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന് എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുമ്പോൾ ഈ ഒരു നീതിയുടെ മനസ്സ് നമ്മിൽ വളരണം. മക്കളോട് നീതി പുലർത്തണം. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ ബശീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി എനിക്ക് ഒരു ദാനം തന്നു. ദാനം തന്നപ്പോൾ എൻ്റെ ഉമ്മ അംറ ബിൻത് റവാഹ റളിയല്ലാഹു അൻഹ, ഉമ്മമാർക്കും നല്ല ബോധം വേണം. എൻ്റെ ഉമ്മ അംറ ബീവി ശാഠ്യം പിടിച്ചു, എൻ്റെ മോന് നിങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക ദാനം കൊടുക്കുകയാണെങ്കിൽ, അവരെ മോനാണ്, രണ്ടാളി മോനാണ്, എൻ്റെ മോന് നുഅ്മാനിന് നിങ്ങൾ ഇങ്ങനെ ഒരു ദാനം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാക്ഷി നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാക്ഷി നിർത്താതെ ഞാൻ പൊരുത്തപ്പെടൂല എൻ്റെ മോന് കൊടുക്കുന്നത് എന്ന് ശാഠ്യം പിടിച്ചതിൻ്റെ പേരിൽ ബശീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളരികേക്ക് ചെന്നു. ഞാൻ എൻ്റെ മോന് ദാനം കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യ അംറ ബിൻത് റവാഹ ഇങ്ങനെ നിർബന്ധം പിടിച്ചതിൻ്റെ പേരിലാ വന്നത്. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിന്റെ മറ്റ് മക്കൾക്ക് അതേപോലെ കൊടുത്തിട്ടുണ്ടോ? മറ്റു മക്കൾക്ക്, വേറെ ഭാര്യയിലുള്ള മക്കളുണ്ട്, മറ്റു മക്കൾക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ? അതില്ല എന്ന് പറഞ്ഞു. എന്നാല് കൊടുക്കണ്ട. ഇത്തഖുല്ലാഹ വഅദിലൂ ബൈന ഔലാദിക്കും, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ തഖ്വയുടെ ഭാഗമാണ് നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കൽ. ജീവിതകാലത്ത് മക്കൾക്ക് ദാനം നൽകുമ്പോൾ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ സമപ്പെടുത്തണം. മരണത്തിന് ശേഷമാണെങ്കിൽ ആണിന്റെ പകുതിയെ പെണ്ണിനുണ്ടാവുള്ളൂ. ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും. ഇപ്പൊ എന്തോ പുതിയ നിയമം ഇറങ്ങിയാണ്. ഞാൻ നാളൊരു സ്വത്ത് ഒരിക്കണടുത്ത് കൂടിയപ്പോ ഉമ്മാന്റെ സ്വത്ത് വാങ്ങിക്കുമ്പോ ഒരു മകളെ ഭർത്താവ് ആവശ്യപ്പെട്ട് സമായിട്ട് കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ആണിന്റെ പകുതിയെ പെണ്ണിനുണ്ടാവുള്ളൂ. അപ്പൊ പറഞ്ഞു അല്ല, വക്കീല് പറഞ്ഞിങ്ങനെ എന്ത് ഉമ്മാന്റെ സ്വത്താകുമ്പോ പകുതിയല്ല, പെമ്മക്കൾക്കും ആമക്കൾക്കും ഒരുപോലെയാണ് കൊടുക്കേണ്ടതെന്ന് വക്കീൽ. ഞാൻ പറഞ്ഞു ഈ വക്കീലിൻ്റെതല്ല നിയമം, അല്ലാഹു തആലൻ്റെതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ആ നിയമം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മാന്റെ സ്വത്താണെങ്കിലും വാപ്പാന്റെ സ്വത്താണെങ്കിലും ആണിന്റെ പകുതിയാണ് പെണ്ണിന് നൽകേണ്ടത്. പെണ്ണിനെ മോശപ്പെടുത്താനല്ല. പെണ്ണിന് ചിലവില്ല ഇസ്ലാമിൽ.
പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിച്ചു കാണ്ട് പണിക്ക് പറഞ്ഞയച്ച് കഷ്ടപ്പെടുത്തണ എന്തൊരു ദുൽമാ റബ്ബേ. പെൺകുട്ടികൾക്ക് ആണുങ്ങള് ചെലവിന് കൊടുക്കണം, തിന്നാൻ കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം, ചെരുപ്പ് കൊടുക്കണം, ബ്രഷ് കൊടുക്കണം, എല്ലാം എന്ത് ചെയ്യണം? ഭർത്താക്കന്മാര് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ കുറെ ഭർത്താക്കന്മാരിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക, ചാരിങ്ങനെ കിടക്കുക. എന്നിട്ട് ഭാര്യമാരെന്ത് ചെയ്യുക? ജോലിക്ക് പറഞ്ഞേക്കുക. എന്നിട്ട് ഭാര്യമാര് നയിച്ചു കൊണ്ടുവന്നിട്ട് ഭർത്താക്കന്മാരെയും മക്കളെയും തിന്നാൻ കൊടുക്കുക. ഇത് എന്ത് സ്വഭാവ? ഇസ്ലാം അങ്ങനല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്വത്ത് ചെലവഴിക്കണം, മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും. ഭാര്യയെ അങ്ങനെ പുറത്ത് പണിക്ക് പോണ വേലക്കാരിയാക്കരുത്. മറിച്ച് ഭാര്യയെ ഓള് ഹോജാത്തിയായിട്ട് ഇങ്ങനെ കഴിയണം വീട്ടില്. ഇവങ്ങനെ നയിച്ചുകൊണ്ടുവരിക, ചോര നീരാക്കുക, വേർപ്പൊഴുക്കുക, നയിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഭാര്യക്കും മക്കൾക്കും ആവശ്യമായതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. ഭാര്യമാരെന്ത് ചെയ്യണം? ഹോജാത്തികളായി രാജാത്തികളായി വീട്ടിലിങ്ങനെ സൂഹിക്കണം, വിലസണം. അവര് വേല് കൊള്ളാൻ പുറത്തേക്ക് പറഞ്ഞേക്കുക. എന്നിട്ട് ഈ മക്കളെ പിന്നെ ആരാ നോക്കുക? മക്കൾക്ക് ഉമ്മയുടെ സ്നേഹമോ വാത്സല്യമോ കിട്ടുന്നത് തടസ്സപ്പെടുന്ന ഒരു ദുരവസ്ഥ. മക്കൾ ആര് നോക്കും? ഇവര് പണിക്കുപോയാൽ ഈ മക്കൾക്ക് ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ സ്വഭാവമൊന്നും മക്കളിലേക്ക് പകരില്ല. ആ നിലക്ക് മക്കള് കഷ്ടപ്പെടുന്ന രംഗം. ഭാര്യമാർക്ക്, സ്ത്രീകൾക്കാണെങ്കിലോ മാസത്തിൽ മനസ്സ് പീരീഡ് ഉണ്ടാകും. ആ സമയത്ത് ചിലപ്പോൾ അസഹ്യമായ ഊരവേദനയും പല വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇതൊക്കെ സഹിച്ച് ഇവരിങ്ങനെ പണിയെടുത്തിട്ട് നയിച്ചിങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് സുഖിച്ചിങ്ങനെ കഴിയ. ഇത് ഇസ്ലാം അതിനനുവദിക്കുന്നില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. ഇങ്ങനെ തുടങ്ങി ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ തരത്തിലുള്ള നീതിയും, ആരോടും നീതി പുലർത്താൻ മനസ്സ് നമുക്ക് വരണം. ഒരുപാട് വിശദമാണ്, വിശദീകരിക്കുന്നില്ല. വൽ ഇഹ്സാൻ, അടുത്തതിലേക്ക് നീങ്ങാം. എല്ലാം നന്നാക്കൽ കൊണ്ടും അല്ലാഹു തആല കൽപ്പിക്കുന്നു. എന്തിനെയും നന്നാക്കണം. ജീവിതത്തെ നന്നാക്കണം, അറിവിനെ നന്നാക്കണം, കൊല്ലേണ്ടതിനെ കൊല്ലുന്നത് നന്നാക്കണം. ക്രൂരമായി കൊല്ലാൻ പാടില്ല. കടിക്കുന്ന നായയെ കൊല്ലാൻ അനുമതിയുണ്ട്. ഒരുപാട് ജനങ്ങളെ രക്ഷപ്പെടുത്തലാണത്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന പാമ്പ് കൊല്ലാൻ അനുമതിയുണ്ട്. ആരെയും ഉപദ്രവിക്കുന്ന, ശല്യപ്പെടുത്തുന്ന പല്ലി ഉണ്ടാവും. പല്ലിക്കാഷ്ടം, അതിന്റെ ആ വെള്ള ഭാഗമുണ്ടല്ലോ, വല്ലാത്ത നഞ്ഞാണത്, വിഷമാണത്. പഞ്ചസാരയിൽ വീണ അറിയൂല, മറ്റ് പല ഭക്ഷണത്തിന് ചോറിൽ വീണ അറിയൂല. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരും. ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനങ്ങളെ കൊല്ലാൻ അനുമതിയുണ്ട്, പക്ഷെ അതിനെ വേദനിപ്പിക്കാൻ അനുമതിയില്ല. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല എല്ലാത്തിനും ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, കൊല്ലപ്പെടേണ്ടതിനെ കൊല്ലുന്ന സാഹചര്യം വരുമ്പോൾ പീഡിപ്പിക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല. അറുക്കേണ്ടതിന് അറുക്കുമ്പോൾ ഇദാ ദബഅതും ഫഅഹ്സിനു ദിബ്ഹ, നമുക്ക് മറ്റ് ജീവികളെ അല്ലാഹു തആല തിന്നാൻ ഭക്ഷ്യയോഗ്യമായി അനുവദിച്ച ജീവികളെ അറുക്കാൻ അനുമതി തന്നിട്ടുണ്ട്. വേദനിപ്പിക്കാൻ പാടില്ല. ഒറ്റ അറവിന് അറവ് തീർക്കണം. ചെറുപ്പുണ്ട് പോത്തിനെ കണ്ട് തള്ളിയിടും കുറെ ആളുകൾ. അവർക്ക് ഇത് വലിയ പരിചയം ഉണ്ടാവൂല. എന്നിട്ട് ഏതെങ്കിലും ദിശയിലേക്ക് തള്ളിയിട്ട് പിന്നെ പിടിച്ച് വലിച്ച് ഇടങ്ങാറാക്കി വേദനിപ്പിച്ച്, സുബ്ഹാന റബ്ബി, ആദ്യം തന്നെ അത് കഴിവുള്ള ആളുകൾ മുൻപന്തിയിൽ വേണം. ദിശ തെറ്റാതെ അതിനെ വീഴ്ത്തി പിന്നെ അവിടെ ഇട്ട് കണ്ട് ഇടങ്ങാറാക്കാതെ വേഗം അറുത്ത് അതിനെ ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ തന്നെ വേറൊരു ജീവിയുടെ മുമ്പിലിട്ട് കണ്ട് അറക്കരുത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഇങ്ങനെ തുടങ്ങി വളർത്തു ജീവികളോടും അല്ലാത്തവരോടും ഒക്കെ ഇഹ്സാൻ ചെയ്യണം. എന്നാൽ ആ ഇഹ്സാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാനാണ് ഇബാദത്തിലെ ഇഹ്സാൻ.
വൽ ഇഹ്സാൻ എന്നത് വളരെ വിശാലമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ടച്ച് ചെയ്യുന്ന പരന്നു കിടക്കുന്ന ആശയമാണ് ഇഹ്സാൻ എന്നത്. ആ ഇഹ്സാനിന്റെ ഒന്നാണ്, ഒരു ഇനമാണ് ഇബാദത്തിലെ ഇഹ്സാൻ. എന്താണ് ഇബാദത്തിലെ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. മനുഷ്യനാണോ അവന് മുശാഹദ എന്നൊരവസ്ഥ വേണം. ഓരോ അണുവിലൂടെയും അവന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന, ശ്രദ്ധയിൽപ്പെടുന്ന, കാണുന്ന, കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളിലൂടെയും സാധനങ്ങളിലൂടെയും അതിൻ്റെ എല്ലാം സൃഷ്ടാവായ പടച്ച റബ്ബിനെ ഓർക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഉയരണം. അപ്പോഴാണ് ശരിയായ വിശ്വാസിയാവുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിലൂടെയും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യനെത്തിയാൽ എത്തണം. ഇതാണ് മനുഷ്യത്വം, അതാണ് മനുഷ്യന്റെ അഖ്ല് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കഴിവാണ് ശരിയായ ബുദ്ധിശക്തി എന്ന കഴിവ്. കേവലം ഭൗതികമായ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുന്നതോ അത് വശപ്പെടുത്തുന്നതോ അല്ല ശരിയായ ബുദ്ധിശക്തി എന്നത്. ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല, ഉദാഹരണങ്ങൾ നിരത്തേണ്ടതില്ല. എന്നാൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന, എല്ലാറ്റിൻ്റെയും ഉടമയായ സൃഷ്ടാവായ റബ്ബിനെ കണ്ടെത്താനുള്ള കഴിവാണ് ബുദ്ധിശക്തി. അത് കണ്ടെത്തി പാരത്രിക ജീവിതം ചിട്ടപ്പെടുത്താനുള്ള കഴിവാണ് ബുദ്ധിശക്തി. ശരിയായ ബുദ്ധിയിലേക്ക് പടച്ച റബ്ബേ ഞങ്ങളെ മുഴുവൻ ഉയർത്തിത്തരണേ അല്ലാഹ്. ഇതിനാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും കൂടെ അതിപ്രാധാന്യത്തോടുകൂടെ വൽ ഇഹ്സാൻ എന്ന് ചോദിച്ച് ഇഹ്സാനിനെ പഠിപ്പിക്കാനായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിച്ച് പരസ്യമായി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് മസ്ജിദുൻ നബവിയിൽ വെച്ച് ആരും ആകർഷിക്കുന്ന രീതിയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് വൽ ഇഹ്സാൻ. ഇഹ്സാനിനെ കുറിച്ച് കൃത്യമായി അങ്ങ് ഒന്ന് പറഞ്ഞു തരണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അല്ലാഹുവിനെ താങ്കൾ കാണും പോലെ ഇബാദത്ത് ചെയ്യുക. ഖുദ്സിയായ ഹദീസിൽ പടച്ച റബ്ബ് പറയുന്നത് കാണാം. അല്ലാഹു തആല നേരെ ഇറക്കി അറിയിച്ച വഹയി അത് പരിശുദ്ധ ഖുർആനാണ്. ഒന്ന്, അത് മുഅ്ജിസാണ്, അമാനുഷികമായ പവറുള്ളതാണ്. അതേസമയം അള്ളാഹു ഇറക്കി അറിയിച്ച മറ്റൊരു വചനമാണ് ഖുദ്സിയായ ഹദീസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വഹയി തന്നെ. അതിൽ കാണാം അള്ളാഹു തആല ചോദിക്കുന്നു, ഓ എൻ്റെ അടിമകളെ, നിങ്ങൾ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന പോലുള്ള ഒരവസ്ഥ, വിശ്വാസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസം വേണ്ട പോലെ വരണില്ലേ? നിങ്ങളെ ഈമാനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതല്ല, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വീക്ഷിക്കുന്ന, നോക്കുന്ന പലരെക്കാണെയും എന്നെ താഴ്ന്നവനായി കാണുന്നു എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് മുഅ്മിനീങ്ങളായതുകൊണ്ട് അല്ലാഹു തആല ഫുൾ ടൈം ഞങ്ങളെ വീക്ഷിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമുണ്ട്, ഉണ്ടാകണം. നേരെ മുഅ്മിനാകുള്ളൂ. അള്ളാഹുവിനെ കണ്ണു വെട്ടിക്കാൻ പറ്റൂല, കണ്ണില്ലാതെ കാണുന്നവനാണ്. അള്ളാഹു തആല ഇന്ന ഭാഗത്ത് എന്ന് ഭാഗമില്ലാത്തവനാണ്. അള്ളാഹു തആല മുകളിൽ എന്നോ താഴെ എന്നോ വലഭാഗത്ത് എന്നോ ഇടഭാഗത്ത് എന്നോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയവനല്ല. ഇതുകൊണ്ട് തന്നെ എല്ലാം അള്ളാഹു തആലാക്ക് ഒരേ ദൂരം. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സ്വന്തം ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിന്റെ ഭാഗമായ കണ്ടനാടിയേക്കാൾ നമ്മോട് അടുപ്പമുള്ളവനാണ് അല്ലാഹു തആല. ഈ അല്ലാഹു തആല യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. പടച്ച റബ്ബ് കാണാതെ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. എത്ര അതീവ രഹസ്യമായി ലോകത്ത് ഒരു കുട്ടിയോടും നാം പങ്കുവെക്കാതെ അതീവ രഹസ്യമായി നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചതാണെങ്കിലും പടച്ച റബ്ബ് കാണും. ഇടം കണ്ടിട്ട് നോക്കി, എന്നാൽ പടച്ച റബ്ബ് അതും കാണും. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പെടാതെ നമുക്കൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ സാധിക്കില്ല എന്ന ബോധ്യം നമുക്ക് വേണം. അപ്പോഴേ മുഅ്മിനാകൂ. എങ്കിൽ അല്ലാഹു തആല ചോദിക്കുന്നു,
എൻ്റെ അടിമകളെ, ഞാൻ നിങ്ങളെ കാണുന്നു, വീക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട പോരല്ലേ? എന്നാൽ ഫൽഖലലു ഫീ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിലാണ് മിസ്റ്റേക്ക് ഉള്ളത്, തകരാറുള്ളത്. ഈമാൻ ശരിയായിട്ടില്ല. പടച്ച റബ്ബേ, എല്ലാ സമയത്തും റബ്ബായ നീ ഞങ്ങളെ വീക്ഷിക്കുന്നു എന്നൊരു ബോധം ഞങ്ങളെ ഖുലൂബിൽ നിലനിർത്തി വിശ്വാസം രൂഢമൂലമാക്കി തരണേ അല്ലാഹ്. പരിപൂർണതയിൽ എത്തിച്ചു തരണേ അല്ലാഹ്. അതേസമയം ഞാൻ നിങ്ങളെ ഫുൾ ടൈം നിരീക്ഷിക്കുന്നു, വീക്ഷിക്കുന്നു, കാണുന്നു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ആരെങ്കിലും നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ചലനങ്ങൾ, നിങ്ങളുടെ അടക്കണങ്ങൾ ക്ലിയർ ആകുന്നുണ്ട്. ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരും, ഒരു മാനേജർ തന്നെ നിരീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ സൂപ്പർവൈസർ നിരീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ, കീഴിലുള്ള പണിക്കാർ, സ്റ്റാഫുമാർ നന്നായി ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഷോപ്പിന്റെ ഓണർ വീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ സ്റ്റാഫ് നന്നായി ശ്രദ്ധിക്കും. ഇങ്ങനെ മുകളിലുള്ളവർ, അധികാരമുള്ളവർ നിരീക്ഷിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നീക്കുപോക്കുകൾ ക്ലിയറാക്കാൻ, 100% റെഡിയാക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീക്ഷിക്കുന്ന, നിരീക്ഷിക്കുന്ന മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ട് എന്നെ നിങ്ങൾ നിസ്സാരപ്പെടുത്തി? ചോദ്യം കൃത്യമല്ലേ? അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൃത്യമായി നോക്കുന്നു, വീക്ഷിക്കുന്നു എന്ന വിശ്വാസം നമുക്കില്ലാതിരിക്കാൻ പറ്റൂല. ഈമാൻ ശരിയാവൂല. അള്ളാഹു തആല നോക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഓരോ മനുഷ്യനോടുമാണ് പറയുന്നത്. എങ്ങനെ നിന്നെ കൃത്യമായി നിരീക്ഷിക്കാതിരിക്കും? നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നീ അറിയാത്ത, നിനക്ക് എണ്ണം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത നിന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് സെല്ലുകളെ സംവിധാനിച്ചവനും അതിനെ നിലനിർത്തുന്നവനും പരിപാലിക്കുന്നവനുമായ ഉടമയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. നിന്റെ ബ്ലഡിലെ ഓരോ അണുക്കളെയും പടച്ചുകൊണ്ടിരിക്കുന്നവനും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ആവശ്യമായ എനർജികളും ഊർജങ്ങളും കൃത്യമായി പടച്ച് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. നിന്റെ ശരീരത്തിൽ ആവശ്യമായ ഓരോ പോഷകഘടകങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഫുൾ ടൈം നിന്റെ ഉറക്ക് ഉണർവ് വ്യത്യാസമില്ലാതെ ചെയ്യുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. നിന്റെ ശരീരത്തിലെ ബ്ലഡിന്റെ സർക്കുലേഷൻ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. നിന്റെ ശരീരം പ്രവർത്തിക്കുന്നതനുസരിച്ച് നന്നായി ഹീറ്റാകുന്നുണ്ടെങ്കിൽ ഈ ഹീറ്റാകുന്ന ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ ജലാംശങ്ങൾ ശരീരത്തിൽ പടച്ചുവിട്ട് ഓരോ സ്ഥലത്തും കൃത്യമായ അളവിൽ നിലനിർത്തിപ്പോരുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. ഇങ്ങനെ നിന്റെ ഓരോ ഘടകങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് പടച്ച് സംരക്ഷിച്ച് നിലനിർത്തി പരിപാലിച്ചു പോരുന്നവൻ അല്ലാഹുവാണ് എന്നതുകൊണ്ട് തന്നെ ഈ അല്ലാഹു തആല നിന്റെ ശരീരത്തിന്റെ ഓരോ ഉള്ളറകളെയും, നിന്റെ മനസ്സിന്റെയും ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും നിലപാടുകളും, നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളുടെ ചലനങ്ങളും അടക്കങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിലനിൽക്കണം. ഈ ബോധത്തിനനുസരിച്ച് ഉള്ള നീക്കുപോക്കെ നമ്മിൽ ഉണ്ടാകാവൂ. പടച്ച റബ്ബിനെ വഞ്ചിക്കാനോ പറ്റിക്കാനോ നോക്കണ്ട. അതേസമയം റോട്ടിൽ സ്ഥാപിച്ച, അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ വെട്ടിപ്പ് നടത്തിയേക്കാം. ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നവർ ആ ക്യാമറയിൽ പെടാതിരിക്കാൻ ആവശ്യമായ വിദ്യകൾ ചിലപ്പോൾ അവരെടുത്ത് ചതിയായി ഉണ്ടായേക്കാം. അങ്ങനെ പല നിരക്ക്. എനിക്ക് ആ വിദ്യ അറിയാത്തതുകൊണ്ട് പറയേണ്ടതില്ല, പറയാനും പറ്റൂല. അങ്ങനെ എന്നിട്ട് ക്യാമറയിൽ കുടുങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പടച്ച റബ്ബിന്റെ ക്യാമറയിൽ കുടുങ്ങാതെ രക്ഷപ്പെടാൻ, ഈ ക്യാമറ തകരാറാക്കാൻ ലോകത്താർക്കും കഴിയില്ല. അത് വർക്ക് ചെയ്യാൻ അല്ലാഹു തആല ഫുൾ ടൈം വർക്ക് ചെയ്യിക്കുന്നു. അത് കാണാത്ത ക്യാമറ തിരിച്ചു വെക്കാനും കഴിയൂല, വെട്ടിപ്പ് നടത്താനും സാധിക്കൂല. ഈ ഒരു ബോധം നമുക്ക് വേണം. ഇത് ഉണ്ടെങ്കിൽ ആ മൂമിനാകുക.
ഇതുള്ളവൻ എങ്ങനെയാണ് തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ വീക്ഷിക്കുമ്പോൾ, തന്റെ മുതലാളി വീക്ഷിക്കുമ്പോൾ അവന് വർക്ക് ക്ലിയർ ആക്കാൻ സാധിക്കുന്നു, ആ ഒരു ബോധം അവനുണ്ട്. ഇല്ലെങ്കിൽ ജോലി പോയേക്കാം, അല്ലെങ്കിൽ സാലറി കട്ട് ചെയ്തേക്കാം എന്ന ഭൗതികമായ ഭയമാണെങ്കിൽ പാരത്രികമായ ജീവിതത്തെ കുറിച്ച് പേടി നമുക്ക് വേണം. അതാണ് ചോദിക്കുന്നത്. ഞാൻ നിന്നെ കാണുന്നു, നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ വീക്ഷിക്കുന്ന വിവിധ ആളുകൾ, നിന്റെ മുകളിലുള്ള ആളുകൾ, അവരെക്കാളൊക്കെ എന്നെ മോശക്കാരനായി തരം താഴ്ത്തുന്നത് എന്തിന് എന്നൊരു ചോദ്യമില്ലേ? ഈ ചോദ്യം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ സൂക്ഷിക്കണമെന്നിട്ട് ഇബാദത്ത് കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുമ്പോഴുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ഇബാദത്തിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ച റബ്ബിനോട് നേരെ അഭിമുഖമായ ശൈലിയിലുള്ള സംഭാഷണമാണ് ഇതിന്. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ശൈത്താനല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്, പീഡിയയിലുള്ള ചരക്കല്ല നമ്മളെ മനസ്സിൽ വരേണ്ടത്, നാം ഉപയോഗിക്കുന്ന കാറല്ല നമ്മളെ മനസ്സിൽ വരേണ്ടത്, നമ്മുടെ ഉപഭോഗ വസ്തുക്കളല്ല, അടുത്ത് നമ്മൾ കയ്യിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ബുക്ക് ചെയ്ത ഉപകരണമല്ല. ഇയ്യാക നഅ്ബുദു, അതാണോ ഇലാഹ്? അല്ലാഹുവാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഈ വിധത്തിൽ ഇഹ്സാൻ റെഡിയാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ഇഹ്സാനിന്റെ അതിപ്രധാനമായ ഒരു ഘടകമാണെങ്കിൽ എല്ലാത്തിനും ഈസാനുണ്ട്. ഈസാനിന്റെ ആകത്തുക ഓരോ കാര്യങ്ങളും അതിന്റെ സമ്പൂർണതയിലാക്കുക, ഏറ്റവും നല്ല രീതിയിലാക്കുക എന്നതാണ്. നാം ഏറ്റെടുത്ത ജോലികൾ അത് നല്ല രീതിയിൽ നിർവഹിക്കണം. ആരും വിവിധ ജോലികൾ ഏറ്റെടുത്തിട്ടുണ്ടാവും, അത് ഏറ്റവും നല്ല രീതിയിലാക്കണം. അതൊരു ഇഹ്സാനാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഖുതുബ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഈ ബോധമുണ്ടാക്കുമ്പോൾ നമ്മൾ ബോധവാന്മാരാകണം. അതുകൊണ്ട് ഞാനെല്ലാം ക്ലിയറാക്കും, എല്ലാം റെഡിയാക്കും. ഒരു പ്രതിജ്ഞയും നമുക്ക് വേണം. നമുക്ക് പ്രായം തികഞ്ഞത് മുതൽ നാം നിർബന്ധമായ ബാധ്യതകൾ മുഴുവൻ പൂർത്തീകരിക്കും, നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യൽ ഒരു ബാലിഗിന് കടമയാണ്, പ്രായപൂർത്തിയായവന് ബാധ്യതയാണ്. ഞാൻ ഇതെല്ലാം പാലിക്കുമെന്നൊരു പ്രതിജ്ഞയോടുകൂടെയാകണം നാം ജുമുഅ കഴിഞ്ഞ് ഇറങ്ങേണ്ടത്. അതിന് ഇത് കാരണമാകട്ടെ. ഒരുപാട് പറയാനുണ്ട്. ആ ഇഹ്സാൻ എത്രത്തോളമാണ് ഇഹ്സാൻ എന്നറിയോ? കാര്യം നന്നാക്കുക എന്ന് പറഞ്ഞ മഹാനായ സയ്യിദ് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ ലീഡർമാരിൽപ്പെട്ട മഹാനാണ് ശിബിലി തങ്ങൾ. അവർക്ക് വലിയ ദറജ കൂടാൻ കാരണമായി മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അവര് ബഗ്ദാദിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. കൊടും തണുപ്പുണ്ട്. അപ്പൊ ഒരു പൂച്ചക്കുട്ടി തണുത്ത് വിറച്ച് ഇടങ്ങേറാകുന്ന രംഗം കണ്ടു. അതിനെ രക്ഷിക്കണം. അതൊരു ഇഹ്സാനാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. നമ്മളാണെങ്കിൽ ചിലപ്പോ ഒന്ന് പെടിയുമ്പോൾ ഒരു തട്ടാണ് കൊടുക്കുക ചെയ്യാം. ഇത് കിടന്ന് വേറെ തണുപ്പ് കൊണ്ട്, അസഹ്യമായ തണുപ്പ് കൊണ്ട് കിടന്ന് വിറയുന്നത് കണ്ടപ്പോ അതിനെ രക്ഷിക്കാൻ നോക്കുമ്പോ ഒന്നും കാണാനില്ല. അപ്പൊ എന്ത് ചെയ്ത്, അവര് തണുപ്പിനുള്ള ജുബ്ബുണ്ടല്ലോ, ആ ജുബ്ബന്റെ കുറച്ച് വീതിയുണ്ട്, ജുബ്ബന്റെ ഈ കഫിന്റെ അറ്റം. അപ്പൊ അതിൻ്റെ ഉള്ളിലെ പൂച്ചക്കുട്ടീനാണ്ട് പിടിച്ചിട്ട് എന്നിട്ട് കൊണ്ട് ഇതിനെ രക്ഷപ്പെടുത്തി. ഈ ഒരു മനസ്സ് വല്ലാത്ത ഈസാനിന്റെ മനസ്സാണ്. ഈ മനസ്സ്, ഈ പ്രവർത്തനം അവർക്ക് വലിയ ദറജ ഉയരാൻ, വിലായത്ത് കയറാൻ കാരണമായതായി ആരിഫീങ്ങൾ പറയുന്നത് കാണാം. ഇങ്ങനെ ഓരോന്നിനോടും. അതേസമയം ഒരു പൂച്ചയെ കെട്ടിയിട്ട് തിന്നാൻ കൊടുത്തതുമില്ല, എന്നാലോ കെട്ടയച്ചു വിട്ട് അതിന് സ്വാതന്ത്ര്യം നൽകിയതുമില്ല. അതിന്റെ പേരിൽ ഒരു സഹോദരി നരകത്തിൽ കടന്ന വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ. അടുപ്പമുള്ളവർക്ക് നൽകൽ കൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നു. ആരൊക്കെയാണ് അടുപ്പമുള്ളവർ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കുടുംബ ബന്ധത്തിന്റെ പേരിൽ അടുപ്പമുള്ളവർ. അവർക്ക് നൽകേണ്ടത് നൽകണം. തങ്ങന്മാരെ ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിക്കണം. അവർക്ക് നൽകേണ്ടത് സക്കാത്തല്ല, ഹദിയയാണ്. ബഹുമാനിച്ച് ഹദിയ നൽകണം, ആദരവ് നൽകണം.
ഇങ്ങനെ തുടങ്ങി ദവിൽ ഖുർബക്ക് നൽകേണ്ടത് നൽകണം. ഇസ്ലാമിക ഭരണകൂടമാകുമ്പോ അവർക്ക് നൽകേണ്ട വേറെയും പലതുമുണ്ട്, ഇപ്പോൾ പറയേണ്ടതില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കുടുംബം കൊണ്ട് അടുപ്പമുള്ളവർ ആകുന്ന തങ്ങന്മാരെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കണമെന്നത് ഈ ദിൽ ഖുർബയുടെ ഒരാശയമാണ്. അതോടൊപ്പം അതിന്റെ ഒരാശയം കൂടെയാണ് നമ്മുടെ കുടുംബങ്ങളെ പരിഗണിക്കുക. കുടുംബ ബന്ധം പുലർത്തണം. കുടുംബത്തിൽ ഛിദ്രതകളും ഭിന്നതകളും ഉണ്ടാക്കുകയല്ല. മാതാപിതാക്കളോട് തീരെ പറ്റില്ല, കബീറത്താണ്, വൻകുറ്റമാണ്. ചിലര് ജ്യേഷ്ഠനോട് അനുജനോട് പ്രശ്നത്തിലായിരിക്കും, എളാപ്പയോട് മൂത്താപ്പയോട് പ്രശ്നത്തിലായിരിക്കും, ചിലപ്പോ വാപ്പിയും മകനും തന്നെ ഫൈറ്റിംഗ് ആയിരിക്കും. ഇങ്ങനെ തുടങ്ങി ഈ കുടുംബ ബന്ധം എന്നത് മൻ വസലനി വസലഹുല്ലാഹ്, അല്ലാഹു തആല ഇവരുമായി ശരിയായ ബന്ധം നിലനിർത്താൻ അല്ലാഹു തആല മനുഷ്യനെ പരിഗണിക്കാനുള്ള വഴിയാണ് കുടുംബ ബന്ധം ശരിയായി പരിഗണിക്കുക എന്നത്. തന്റെ കുടുംബങ്ങൾക്ക് നൽകേണ്ട വിധം നൽകണം. കുടുംബങ്ങൾക്ക് നൽകേണ്ട ബഹുമാനം, കുടുംബങ്ങളോട് നൽകേണ്ട സ്നേഹം, കുടുംബങ്ങൾക്ക് നൽകേണ്ട ധനസഹായം, ഇങ്ങനെ തുടങ്ങി കുടുംബങ്ങൾക്ക് നൽകേണ്ടത് നൽകാൻ അല്ലാഹു തആല പ്രധാനമായി കൽപ്പിക്കുന്നു എന്ന് ഖത്തീബ് വിളിച്ചു പറയുന്നു. നാം അത് പരിഗണിച്ചിരിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോ വരെ കുടുംബത്തിൽ, അടുത്ത കുടുംബത്തിൽ അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന നൽകേണ്ടത്. കുടുംബക്കാരൻ, കേവലം കുടുംബക്കാരൻ എന്നത് സക്കാത്തിന്റെ അവകാശിയല്ല. സക്കാത്തിന്റെ അവകാശികളായ 8 വിഭാഗത്തിൽ തന്റെ അടുത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഈ കുടുംബങ്ങൾക്കാണ് സക്കാത്തിൽ മുൻഗണന നൽകേണ്ടത്. വഇതാഇദിൽ ഖുർബാ, കുടുംബബന്ധം ഉള്ളവർക്ക് നൽകേണ്ടത് നൽകണം. അതോടൊപ്പം മറ്റൊരു ദിൽ ഖുർബയാണ് അയൽക്കാരൻ, അടുപ്പമുള്ളവൻ. മറ്റൊരു ദിൽ ഖുർബയാണ് നമ്മുടെ കൂടെ സേവനം ചെയ്യുന്ന സ്റ്റാഫ്, നമ്മോട് അടുപ്പമുള്ളവനാണ്, അടുത്തിടപഴകി ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ നൽകേണ്ടത് നൽകണം. അയൽവാസികളുടെ ഹക്ക് വീട്ടണം. വഇതാഇദിൽ ഖുർബാ, നമ്മളെ കൂടെ ജീവിക്കുന്ന, കൂടെയുള്ള സ്റ്റാഫുമാരും മറ്റുള്ളവരുമായിട്ടുള്ള ആളുകൾ, നമ്മുടെ സ്നേഹിതന്മാർ, അവർക്ക് നൽകേണ്ടത് നൽകണം. വഇതാഇദിൽ ഖുർബാ, ഇതാണ് സർവ നന്മകളെയും ഉൾക്കൊള്ളുന്ന അതിമഹത്തായ വചനമാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ 3 കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നമ്മളെ മനസ്സിനെ ഇത് സ്വാധീനിക്കണം. 3 കാര്യങ്ങൾ അല്ലാഹു തആല നിർബന്ധമായി കൽപ്പിക്കുന്നു. ഏതാ 3 കാര്യം? എന്തിനും ഏത് കാര്യത്തിനും നീതി പുലർത്തുക. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, ഏത് കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിലാക്കുക. അതിൽ അതിപ്രധാനമായ ഇഹ്സാനാണ് ഇബാദത്ത്, അല്ലാഹുവിനെ കാണും പോലെ നിർവഹിക്കുക. വഇതാഇദിൽ ഖുർബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബ ബന്ധമുള്ളവർ, നമ്മുടെ സ്വന്തം കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി നാമുമായി ഏതെങ്കിലും തരത്തിൽ അടുപ്പമുള്ളവർ, അവർക്ക് നൽകേണ്ട വിധം നൽകുക. 3 കാര്യം അല്ലാഹു നിർദ്ദേശിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, എന്നാൽ വേറെ 3 കാര്യങ്ങൾ അല്ലാഹു വിലക്കുന്നു. വയൻഹാ, അല്ലാഹു വിലക്കുന്നു അനിൽ ഫഹ്ശാ, നീചകൃത്യങ്ങളെ വിട്ട് മുഴുവൻ വിലക്കുന്നു. വ്യഭിചാരമാകാം, വ്യഭിചാരത്തിന്റെ ആമുഖ പ്രവർത്തനങ്ങളാകാം, അതിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളാകാം, ഇങ്ങനെ തുടങ്ങി അനുവദിച്ചിട്ടില്ലാത്ത ഏത് സെക്സുകളും അതൊക്കെ ഫഹ്ശായിന്റെ പരിധിയിൽ പെടുന്നു. അതുപോലുള്ള നീചകൃത്യങ്ങൾ മുഴുവൻ ഫഹ്ശായിന്റെ പരിധിയിൽ പെടുന്നു. വൽ മുൻകർ, മറ്റ് വെറുക്കപ്പെടുന്ന, ഇസ്ലാമിൽ വെറുക്കപ്പെട്ട, മനുഷ്യൻ വെറുക്കുന്ന ഏത് കാര്യങ്ങളും അല്ലാഹു വിലക്കുന്നു. അതൊന്നും മനുഷ്യന് പറ്റിയതല്ല, അതുകൊണ്ട് വിശ്വാസിക്ക് തീരെ പറ്റിയതല്ല. വൽ ബഗി, ഏത് തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും. മറ്റുള്ളവരിങ്ങനെ നോക്കുക, ഒരൈബ് ഇങ്ങനെ തെരഞ്ഞു നോക്കുക, എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വീക്ക്നെസ് കിട്ടിയാൽ, മൈനസ് കിട്ടിയാൽ ഇങ്ങനെ മറ്റുള്ളവരോട് പറയാ, ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുക, സാമ്പത്തികമായി വേദനിപ്പിക്കുക, ശാരീരികമായി വേദനിപ്പിക്കുക, മാനസികമായി പീഡിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയതേതും. ചിലപ്പോ നമുക്ക് ഇങ്ങനെ തോന്നും അതിൽ കുറച്ച് ഇങ്ങനെ ഒത്തിടിച്ചാലോന്ന്. പറ്റൂല. വൽ ബഗി, വലിയ അക്രമമാണ്, അല്ലാഹു തആല വിലക്കുന്നു.
അതിന് സയുതവ്വിഖുഹുല്ലാഹു മിൻ സബിയറളീൻ, ഒരു ചാണോളം ഭൂമി മറ്റൊരാളുടേത് കയ്യേറിയാൽ അവനെ വെറുതെ വിടൂല. ശ്രദ്ധിക്കണം, ഒരു ചാണോളം ഭൂമിയെങ്കിലും മറ്റൊരാളുടേത്, അയൽവാസിയുടേതോ തൊട്ടടുത്ത പറമ്പുകാരൻ്റെതോ കയ്യേറിയാൽ, പല പറമ്പ് അളക്കുമ്പോ ചിലപ്പോ ആധാരത്തിലുള്ള കണക്ക് കാണുന്നില്ല, ആര് കയ്യേറിയതാന്ന് ആർക്കറിയാം. എന്നാൽ ഒരു ചാണെങ്കിലും കയ്യേറിയാൽ അതിനെ പാരത്രിക ലോകത്ത് 7 ഭൂമിയുടെ അടിവരെ ഉള്ള അളവെടുത്ത് അതിനെ തീയാക്കി മാറ്റി കഴുത്തിൽ ചാർത്തും എന്ന് സയ്യിദുനാ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭവിഷ്യത്ത് വലുതാണ്. ഇങ്ങനെയുള്ള എല്ലാ അക്രമ പ്രവർത്തനങ്ങളെ വിട്ടും അല്ലാഹു വിലക്കുന്നു. അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുന്നു. എന്തിന്? ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ, നിങ്ങൾ ഉണരാൻ, നിങ്ങൾ ബോധവാന്മാരാകാനുള്ള ഉപദേശമാണ്. വലദിക്റുല്ലാഹി അക്ബർ. ഒരു കാര്യം വേണം, ഏതു നേരത്തും അള്ളാഹുവിന്റെ ദിക്റും സ്മരണയും നിലനിർത്തണം. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ഔന്നത്യം അള്ളാഹുവിന്റെ ദിക്റാണ്. ശ്രദ്ധിച്ചോ എന്ന വലിയ വാണിംഗ്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ, ഇറങ്ങിപ്പോയ ശേഷം ശ്രദ്ധിച്ചോ, വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങളുടെ ഓരോ പ്രവർത്തനവും അള്ളാഹു കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വലിയ വാണിംഗ് തന്നിട്ടാണ് ഖത്തീബ് മിമ്പറിൽ നിന്നിറങ്ങുന്നത്. ഇത് ഓരോ വെള്ളിയാഴ്ചയും വേണ്ട പോലെ ശ്രദ്ധിച്ചു ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി തരട്ടെ.